നമസ്കാരം. അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച് പിടിയിലായതിനെ തുടർന്ന് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരിൽ രണ്ടുപേരെ കൊലപാതക കേസിൽ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ C-17 സൈനിക വിമാനത്തിലെത്തിച്ച 116 പേരിൽ പട്യാല ജില്ലയിൽ രാജ്പുരയിൽ നിന്നുള്ള രണ്ട് യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. 2023 രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ പ്രതികളായ സണ്ണി എന്ന സന്ദീപ് സിംഗ്, പ്രദീപ് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തതായി സീനിയർ പോലീസ് സൂപ്രണ്ട് നാനക് സിംഗിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്പുര പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച അമൃത്സർ വിമാനത്താവളത്തിലെത്തി. നാടുകടത്തപ്പെട്ട് അമൃത്സറിലെത്തുന്ന ഇന്ത്യക്കാരിൽ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൃത്യമായ ജാഗ്രതയോടെ നടത്തിയ ഇടപെടലിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പോലീസ് വ്യക്തമാക്കി. 2023 ജൂണിലാണ് സന്ദീപിനും മറ്റു 4 പേർക്കുമെതിരെ രാജ്പുര പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ സന്ദീപും കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമാവുകയും FIRൽ പേര് ചേർക്കുകയുമായിരുന്നു. ശനിയാഴ്ച രാത്രി 11:40ഓടെയാണ് അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഇന്ത്യക്കാരെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. കൈവിലങ്ങണിയിച്ചും കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചുമാണ് ഇത്തവണയും അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് വിവരം. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഗോവ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ ആഴ്ച തന്നെ 3 വിമാനങ്ങളിലായി കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനും പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുമാണ് രണ്ടാമത്തെ വിമാനം എത്തിയത്. അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ഏതൊരു പൗരനെയും ഇന്ത്യ തിരിച്ചെടുക്കുമെന്ന് ഈ ആഴ്ച ആദ്യം US-ലുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. എന്നിരുന്നാലും മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സേനാ വിമാനം ഇന്നും അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇത് 3ാമത്തെ ബാച്ച് കുടിയേറ്റക്കാരെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നത്. ഇന്ന് വൈകിട്ട് വരുന്ന വിമാനത്തിൽ 157 പേരുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലധികവും ഹരിയാന സ്വദേശികളാണെന്നാണ് വിവരം. കഴിഞ്ഞ ശനിയാഴ്ച 119 പേരുമായി അമേരിക്കൻ സേനാ വിമാനം അമൃത്സറിലെത്തിയിരുന്നു. ഇതിൽ 67 പേര് പഞ്ചാബ് സ്വദേശികളും 33 പേർ ഹരിയാന സ്വദേശികളുമായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള 8 പേർ, UP, മഹാരാഷ്ട്ര, ഗോവ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3 പേർ വീതവും ശനിയാഴ്ച വന്ന വിമാനത്തിലുണ്ടായിരുന്നു. ഫെബ്രുവരി 5-നാണ് ആദ്യത്തെ ബാച്ച് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ കൈകളിൽ വിലങ്ങണിയിച്ച് സീറ്റിൽ ബന്ധിച്ചാണ് കൊണ്ടുവന്നത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത വിമാനവും വരുന്നത്. ഈ ആഴ്ചയ്ക്കുള്ളിൽ 3 ബാച്ചുകളായി കുടിയേറ്റക്കാരെ എത്തിക്കുമെന്നാണ് വിവരങ്ങൾ.